നമസ്കാരം, എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഷേപ്പിലുള്ള സമോസയാണ്. ഒരു വെജിറ്റബിൾ സമോസയാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ സെയിം റെസിപ്പി ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നോൺ വെജ് ആയിട്ടും ഈ സമോസ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഈ വീഡിയോയിൽ തന്നെ പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സമോസയുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മട്ടർ എടുത്തിട്ടുണ്ട്, അതായത് ഗ്രീൻ പീസ്. അതുപോലെ ഒരു ക്യാരറ്റും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്ത് വേവിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിളാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ നോൺ വെജ് ചേർക്കുന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ ഒന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെജിറ്റബിൾസ് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ കുക്കറിലിട്ടിട്ട് ഏകദേശം ഒരു 2 വിസിൽ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രഷർ പോകുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ഡോ തയ്യാറാക്കാനായിട്ട്, അതായത് അതിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കപ്പിൽ 2 കപ്പ് മൈദ മാവ്, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ഒരു കപ്പാണ്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം മൈദപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് അളവിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 2 ഗ്ലാസ് മൈദപ്പൊടി എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഓയിൽ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് മീതെ കുറച്ചും കൂടെ ഒന്ന് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിന് നന്നായി കുഴച്ചെടുക്കുക. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ കുഴക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ തന്നെ ഇതേപോലെ ബോൾസ് ആക്കി വേറെ ബോളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദപ്പൊടി കൊണ്ട് നമുക്ക് 9 ബോൾസ് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് 9 സമോസ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ തട്ടിലേക്ക് കുറച്ചൊന്ന് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തരുത്, അതുപോലെ ഒരുപാട് കട്ടിയായിട്ടും പരത്താൻ പാടില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ലെവലിലുള്ള തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പരത്തി കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ബോൾസാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇത് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് റൗണ്ടായിട്ടൊന്നും വരണം നിർബന്ധമൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇത് എല്ലാത്തിനും ഒരു ഇവൻലി ഒരേ ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് ഇതിനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ എല്ലാം ഒരു കാണാനൊരു ഭംഗിക്ക് എല്ലാത്തിനും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ റൗണ്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അപ്പം എല്ലാ സമോസയ്ക്കും ഒരേ വലുപ്പവും അതേപോലെ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി അതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി യൂസ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ ഇത് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ
സവാള എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു മീഡിയം ഗ്യാസ് ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിനൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് വലുതായിട്ടാവും കിടക്കുന്നുണ്ടാവും. ഞാൻ കുറച്ചൊരു സൈസിലാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടച്ചു കൊടുക്കരുത്. ചെറുതായിട്ട് അതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ഗ്രേവി അല്ല അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മസാല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് അതിന് മേലെ വിതറി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മല്ലിയിലയും ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതേപോലെ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഇടുമ്പോൾ ഒരുപാട് ഫില്ലിംഗ് ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് നിറഞ്ഞു പോവും. പാകത്തിന് മാത്രം ഫില്ലിംഗ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് വെള്ളം നനച്ചിട്ട് അവിടെ ഒന്ന് നനച്ച് കൊടുക്കുക. അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ആ വെള്ളം ആക്കിയ ഭാഗം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു സൈഡ് പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അതെ നമുക്ക് ഒരു സൈഡിൽ വെള്ളം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. 2 സൈഡും കൂടെ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സമോസയുടെ ഷേപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കനൊക്കെ യൂസ് ചെയ്യാം. ഇതേപോലെ ഒന്ന് വേവിച്ച് അതിൽ മിക്സ് ചെയ്യാനിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ സമോസ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേവാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. കാരണം കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പോൾ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും മാറി മാറി ഒന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
കണ്ടു ഇതിൻ്റെ അടിവശം അങ്ങനെ കറക്റ്റായിട്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും 1-2 പ്രാവശ്യം കൂടി ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു സൈഡ് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 പ്രാവശ്യം മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ക്രിസ്പി ആവാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ ഒരു ക്രിസ്പിനെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമോസ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഒന്നും പൊട്ടി പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷേപ്പിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വെറൈറ്റി ഷേപ്പ് സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം പുറത്തുനിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. വാങ്ങി കഴിക്കരുത് നിങ്ങളാരും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിനൊക്കെ ഇതേപോലെ 4 മണിക്കൊക്കെ ഇതേപോലെ വീട്ടിൽ തന്നെ സമോസയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, നമുക്കും ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണോ. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.